പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. പിന്നിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന് തന്നോട് പറഞ്ഞത് ഒരു വ്യവസായിയാണെന്നാണ് 24 രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെങ്കിൽ വ്യവസായിയുടെ വിവരങ്ങൾ കൈമാറുമെന്നും രമേശ് ചെന്നിത്തല. എൻ്റെ അടുക്കൽ വളരെ വ്യക്തമായ ഒരു വ്യവസായി ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനത് ഒരു കത്ത് മുഖേന SIT അറിയിക്കുകയാണ്. എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. അദ്ദേഹം അത് SITയുടെ മുമ്പിൽ പറയാൻ തയ്യാറുമാണ്. അദ്ദേഹത്തിന് ഭയമുള്ളത് കൊണ്ടാണ് വെളിയിൽ പറയാത്തത്. ഏതായാലും ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ച് ഇത് അന്തർദേശീയ ആൻറ്റിക്സ് മാഫിയയ്ക്ക് വിറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് 500 കോടി രൂപയെങ്കിലും അതിനാവുമെന്ന് പറയുന്നത്. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ SIT കത്ത് കൊടുത്തത്. എന്നെ വിളിച്ചാൽ എന്നോട് ആര് പറഞ്ഞു എന്ന് ഞാൻ പറയും. അന്വേഷണ സംഘത്തിന്റെ തലവൻ SITയുടെ തലവൻ S വെങ്കടേഷിന് രമേശ് ചെന്നിത്തല കത്ത് നൽകി കഴിഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. പറയൂ സലീം. ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായ ഒരു പുതിയ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അത് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് അതിൽ സാധാരണ ഒരു മോഷണം എന്നതിനപ്പുറത്തേക്ക് ഈ അന്താരാഷ്ട്ര പുരാവസ്തു കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപാട് കൂടി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ സ്വർണ്ണപ്പാളിക്കുൾപ്പെടെ 500 കോടി രൂപയുടെ ഇടപാടാണ് ഈ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ മാർക്കറ്റിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അതിനുള്ള രേഖകൾ തന്റെ പക്കലില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്ന അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യവസായിയാണ് തന്നോട് പറഞ്ഞത്. ഇത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഭയമാണ്. അതുകൊണ്ടാണ് തന്നോട് പറഞ്ഞത്. ഇക്കാര്യങ്ങൾ SITക്ക് കൈമാറുകയാണ്. അതിൽ അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യവസായിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകാമെന്നും രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. 500 കോടിയിലധികം രൂപയുടെ ഇടപാട് ഈ കരിഞ്ചന്തയിൽ നിന്നും സ്വർണ്ണപ്പാളികളുടെ ഇടപാടിലൂടെ മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആ വ്യവസായിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ വ്യക്തിയെ ഈ അന്വേഷണ സംഘത്തിന്റെ പുതിയ ഓപ്പറേഷനുമായി സഹകരിപ്പിക്കാനും തയ്യാറാണ്. അതിന് തയ്യാറാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിളിച്ചാൽ മാത്രം മതിയെന്നും തന്റെ പക്കലുള്ള മുഴുവൻ വിവരങ്ങളും നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു സാധാരണ കള്ളക്കച്ചവടമല്ല, അതിനും അപ്പുറത്തേക്ക് വലിയ മാനങ്ങളുണ്ട് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് മാത്രം മറ്റൊരു ആരോപണം കൂടി, അത് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതൊരു ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ അന്വേഷണ സംഘത്തിന് തന്നെ കത്ത് മൂലം, രേഖാമൂലം തന്നെ രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.